ഇപ്പൊ ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുമല്ലേ, വേറെ ഒന്നുമല്ല, കുറച്ച് പ്രോഗ്രാമുള്ളൂ ആ ഡൗൺ, അല്ലാതെ വേറെ ഡൗൺ ഒന്നുമല്ല. അപ്പം ഇനിയിപ്പോ ഒട്ടും ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ ജോലിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പാഷൻ ഇപ്പോഴാണ് ആയത്, ജോലിയായിട്ട് സ്വീകരിക്കുന്നു. സോ ഡൗൺ ആയാലും അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ഇനി ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നേ പറഞ്ഞു. എന്തായാലും അന്തസ്സായിട്ട് സെലിബ്രിറ്റി ആണല്ലോ, സെലിബ്രിറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും പവനായി ശവമായോടെ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുമായിരുന്നു. രേണുമയം, രേണുസുതി, അത് ഇത് മറ്റത് മറിച്ചത് എന്ത് പറ്റി രേണുവിന് ശരിക്കും പറഞ്ഞാൽ രേണു തന്നെ അവസാനം അവർ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ഗൈസ്. അതായത് രേണുവിൻ്റെ റീച്ചൊക്കെ അങ്ങോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നു. സംഭവം വേറൊന്നുമല്ല, രേണുവിന് ഇപ്പോൾ വർക്കൊന്നും കിട്ടുന്നില്ല, വർക്കൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ആകെപ്പാടെ ഒരു ഡൗൺ ആണ് ഇപ്പോൾ സംഭവം എന്ന് പറയുന്നത്, ഡൗൺ ആയിരിക്കുകയാണ് ഇപ്പോൾ സംഭവം. എന്തൊക്കെയായിരുന്നു, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ അതാണ്, ഞാൻ വലിയ ഇതാണ്, ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, ഞാൻ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്. ഇപ്പോൾ അവസാനം ഇതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മറ്റേതെങ്കിലും ജോലിക്ക് പോകും എന്നുള്ള മട്ടിലോട്ട് കാര്യങ്ങൾ മാറി. രേണു ഒരു സെലിബ്രിറ്റിയാണ് രേണു. എന്താ പറയാം, ഇതാണ് ഞാൻ പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും നിലത്ത് നിൽക്കുക, അല്ലാതെ നമ്മൾ എന്തോ വലിയ സംഭവമായി മാറി, നമ്മൾ എന്തോ വലിയ ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തോളം അങ്ങ് ഉയർന്നുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമായി മാറി എന്നുള്ള മട്ടിലുള്ള പല രീതിയിലുമുള്ള ചെയ്ത്തുകൾ രേണുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 100% ഉറപ്പാണ്. എന്തായാലും അതിനൊക്കെ ഉള്ള ചിലപ്പോൾ ഒരു പണിയായിരിക്കാം ചിലപ്പോൾ ഈ കിട്ടിയതെന്ന് പറയുന്നത്. അത് രേണുവിന്റെ വായിൽ നിന്ന് തന്നെ നല്ല വ്യക്തമായി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സമാധാനമായി കാണുമല്ലോ രേണുവിന് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെയാണ് പറയുന്നത്. എന്താ പറയുക, നമ്മളൊന്ന് ഇരുന്നിട്ട് കാല് നീട്ടുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ തറയിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തും. ഇതൊക്കെ രേണു തന്നെയാണ് ചെയ്തു വെച്ചതെന്ന് പറയുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇതിനൊക്കെ ഉത്തരവാദി ഒരാൾ രേണു തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഹങ്കാരത്തിന്റെ പീക്ക് ലെവലിലോട്ട് രേണു അങ്ങ് പോയി. അവസാനം ദാ കിടക്കുന്നു. ഒറ്റയടിക്കുള്ള വീഴ്ച എന്നുള്ള മട്ടിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് രേണുവിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ ചുറ്റിപ്പറ്റി കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊക്കെ തന്നെയും രേണുവിന്റെ ഈ ഒരു എന്താ പറയുക, വർക്ക് കുറയുന്നതിന്റെയും റീച്ച് കുറയുന്നതിന്റെയൊക്കെ തന്നെ കാരണങ്ങളായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വരാം. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിയെങ്കിലും അഹങ്കാരം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പറയുന്നവന്മാർ ഈ മൈക്കും പിടിച്ചുകൊണ്ട് പിറക്കി നടന്ന് ഇവന്മാരെല്ലാം ഇപ്പം തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ സെലിബ്രിറ്റി അല്ല, സെലിബ്രിറ്റി എന്തുവാണ് ഈ സെലിബ്രിറ്റി അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ അങ്ങ് പറഞ്ഞ് ഒരുമാതിരി അങ്ങ് എന്താ പറയുക, രേണുവിനെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുക. ആ ഒരു രീതിയിൽ കുറച്ചുകൂടി ഒന്ന് പൊങ്ങട്ടെ. അതിൻ്റെ ഉള്ള വകുപ്പാണല്ലോ ഈ ചെയ്തു വയ്ക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറയാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. രേണുവിൻ്റെ സംസാരങ്ങൾ, അതോടൊപ്പം തന്നെ ചില പ്രവർത്തികൾ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന രീതികളൊക്കെ തന്നെയും അത് ഈ പറയുന്ന തോതിൽ സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഞാനെന്തോ എല്ലാ സുതിച്ചേട്ടിന് വേണ്ടിയിട്ടാണ്, എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവസാനം 8ന്റെ പണി കിട്ടിയപ്പോഴത്തേക്കും എന്തോ പറ്റി, ഇപ്പം എന്താ വലിയ രീതിയിലുള്ള വർത്തമാനമോ അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള അഹങ്കാരം തന്നെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി, ഇതൊക്കെ കുറഞ്ഞോ ശരിക്കും പറഞ്ഞാൽ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇപ്പം എന്തോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് ഡൗൺ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയായിരുന്നു കണ്ടതും കേട്ടതും ഒക്കെ തന്നെ. ഇപ്പോൾ എവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം എല്ലാം സമാധാനമായി എന്നാണ് തോന്നുന്നത്. കാരണം രേണുവിൻ്റെ സംസാരം, അതോടൊപ്പം തന്നെ രേണുവിൻ്റെ ചില പ്രവർത്തികളൊക്കെ തന്നെ രേണു തന്നെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ ഈ ഓൺലൈൻ മീഡിയയിൽ ഈ കണ്ട ചപ്പ് ചവറ്, അതോടൊപ്പം തന്നെ എന്ത് തരം കാര്യങ്ങളും ഇതുപോലെ വീഡിയോ കൊടുത്ത് ഇടിയിപ്പിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഈ ഒരു തരത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പറയും. കാരണം എത്ര ഇനി നെഗറ്റീവ്, കാരണം ഒരു റീച്ചൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഒരു പരിധി വരെയൊക്കെ റീച്ച്, ഇപ്പോൾ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് ആ ഒരു റീച്ചൊക്കെ ഉണ്ടാവും. പോസിറ്റീവ് തന്നെ റീച്ച് ഉണ്ടാവുന്നില്ല, നെഗറ്റീവിൽ റീച്ച് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ തന്നെ ഒരു പരിധിയുണ്ട് ആ ഒരു റീച്ചിനൊക്കെ തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി ഡൗൺ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആ ഒരു തരത്തിലുള്ള രീതിയിലോട്ടാണ് രേണു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു നെഗറ്റീവ് റീച്ച് രേണു നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ തന്നെ ഒരുമാതിരി മടുത്ത്, ആളുകൾക്ക് തന്നെ എന്തോ ഒരു വെറുപ്പായി തുടങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്ക് ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയിലോട്ട് മാറിയപ്പോഴത്തേക്ക് റീച്ച് നല്ല രീതിയിൽ കുറയുന്നു. ഇപ്പോൾ രേണു തന്നെ പറയുന്നു ഇപ്പോൾ വർക്കൊന്നും തന്നെ കിട്ടുന്നില്ല, അതാണ് ആകപ്പാടെ ഒരു ഇതായി ഡൗൺ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് രേണു തന്നെ തുറന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വർക്കിൻ്റെ കാര്യത്തിൽ മാത്രം അയക്കത്തില്ല, രേണുവിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ രേണു ഇങ്ങനെയൊന്നും തന്നെ വളരെ സൗമ്യമായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്ന തരത്തിലോട്ട് തന്നെ പലപ്പോഴും കണ്ടിട്ടില്ലാത്തൊരു കാര്യം തന്നെ ആയിരുന്നു. എന്തായാലും പണി കിട്ടിയപ്പോഴത്തേക്കും നല്ലൊരു പണിയാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നെങ്കിലും പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാം ആവശ്യത്തിന്
അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ് എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. സോ എല്ലാ ആവശ്യത്തിനും, അല്ലാതെ ഞാൻ തറയിലുമല്ല ആകാശത്തുമല്ല എന്നുള്ള രീതിയിൽ പാറി പറന്ന് നടന്നു കഴിഞ്ഞാൽ അവസാനം വീഴ്ച അതികഠിനമായിരിക്കും. സൂക്ഷിച്ചാൽ നല്ലത്. അത്രമാത്രമേ നമുക്ക് പറയാം.